അരിവേട്ട ഡയറക്ടഡ് ബൈ അനുരാഗ്. കിടിലം കിടിലം പടം. അതായത് ഈ ഒരു മറ്റേ സിനിമയുടെ ട്രെയിലർ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചത് കുറച്ചൊരു സ്ലോ, ഒരു സമയം കഴിഞ്ഞാൽ ഫാസ്റ്റ് ആവുന്നുണ്ടെങ്കിലും ബട്ട് സ്റ്റിൽ ഭൂരിഭാഗം സമയം ഒരു സ്ലോ പേസിൽ പോകും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു സിനിമ, മക്കളെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഒറ്റയടിക്കാണ് ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സംഭവം പറയാം. ഇത് തിയേറ്ററിൽ നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ ഒരു സിനിമ തിയേറ്ററിൽ കാണണ്ട. അതാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് അത്. കാരണം ഇത്ര അധികം ഇമോഷണൽ കണക്ഷൻ ഈ അടുത്ത് ഇറങ്ങിയിട്ട് മലയാള സിനിമയ്ക്കാണ് ഞാൻ പറഞ്ഞ അടുത്ത കാലത്ത് ഇറങ്ങിയത് ഇമോഷണലി ഇത്ര അധികം ഇൻവെസ്റ്റഡ് ആയിട്ട് ഞാൻ ഒരു പടം ഞാൻ കണ്ടിട്ടില്ല. ഇമോഷണൽ മൂവീസ് വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, സങ്കടം വന്നിട്ടുണ്ട്. പക്ഷെ ഇത്ര അധികം ഒരു അടങ്ങറ് പിടിച്ച ഒരു സ്ക്രിപ്റ്റും ഒന്നാമത് ശരിക്കും നടന്ന സംഭവമാണ് എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. അത് ശരിക്കും നടന്നതാണ്. എന്തോ ഒരു ഇൻസിഡന്റ് എന്നാണ് അതിന് പറയുന്നത്. ഞാൻ അപ്പൊ നോക്കി, എനിക്കിപ്പോ അതിന്റെ പേര് കിട്ടണില്ല. അപ്പൊ അതിനെ ബന്ധപ്പെടുത്തി അത് ശരിക്കും നടന്ന സംഭവമാണ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ഇത് സിനിമ മുഴുവനായിട്ട് ശരിക്കും നടന്നതാണോ അല്ലേ അത് എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ച് പോണ ആൾക്കാരുണ്ടോ, ഇതിന്റെ ജോലി അതല്ലല്ലോ. എന്റെ ജോലി സിനിമ നല്ലതാണോ നോക്കലാണ്. പക്ഷെ സിനിമ, ഞാൻ അതാ പറഞ്ഞത്, ഈ സിനിമയിൽ ഒരു കുറ്റം പറയാനില്ല. ആകെ എന്നുള്ളതല്ല, ഈ മിക്ക സിനിമകളിലും ഇങ്ങനത്തെ ഒരു പ്ലോട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെയിൻ പ്ലോട്ട് സിനിമ ചർച്ച ചെയ്യണം. ഇപ്പൊ KGF ഇപ്പൊ ആക്ഷൻ സീക്വൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ സ്വാഗ് ഇതൊക്കെയാണല്ലോ KGF പറയണത്. പക്ഷെ അതിൽ ഈ റൊമാൻസ് വരുമ്പോൾ നല്ല രസമുണ്ടല്ലോ കണ്ടിരിക്കാൻ. അത് മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പാർട്ടി നമുക്ക് നെഗറ്റീവായി തോന്നുമല്ലോ. പക്ഷെ ഞാൻ അത് ഉദാഹരണമാക്കി പറയാനുള്ളതിന്റെ കാരണം ഇത്തെ റൊമാൻസ്, അതായത് ഒരു സിനിമനെ, അത് നല്ലൊരു സിനിമനെ ഒരു എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ഒരു മൂവിയിൽ ഒരു എന്താ പറയുക, റൊമാൻറ്റിക് സീൻസ് ആണ് നമ്മൾ വെറുപ്പിക്കല്. കാരണം അത് മിക്ക ഡയറക്ടേഴ്സിനും മര്യാദ എടുക്കാറില്ല. അതാണ് പ്രശ്നം, വേറെ പ്രശ്നം. മിക്ക ഡയറക്ടേഴ്സിനും അത് എടുക്കാൻ അറിയില്ല. അത് എന്താ ചെയ്യുമോ ഇല്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ എന്ത് ഡയലോഗ് കൊണ്ടുവരുന്ന അറിയില്ല. പക്ഷെ ഈ ഒരു ഭാഗത്തും ഇതിന്റെ നായിക, അതായത് ടോവിനോന്റെ പേരായിട്ട് വന്നിട്ടുള്ള ആക്ട്രസ്, എന്തോ ഒരു വൃത്തിയാണ് അഭിനയം കാണാൻ. ഒന്നാമത് ഞാൻ പറഞ്ഞില്ല, ഇതിന് മുന്നും പറഞ്ഞിട്ടുണ്ട്, ഈ മിക്ക ഇപ്പൊ ഇറങ്ങുന്ന മലയാളം മൂവീസിലൊക്കെ നടിമാർക്ക് കിട്ടുന്ന റോൾ എന്ന് പറഞ്ഞത് വെറുപ്പിച്ചിട്ടില്ലെങ്കിൽ കിട്ടും, അത് മതി, വെറുപ്പിക്കാൻ മതി. അതും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, അത് വേറെ, അത് നമുക്ക് പിന്നെ സംസാരിക്കാം. പക്ഷെ ഇതില് ഒരു ആക്ട്രസ് നല്ല രീതിയിൽ നൈസായിട്ട് ഒരു എഫോർട്ടും ഇല്ലാതെ സുഖമായിട്ടായിട്ട് അഭിനയിക്കാൻ അറിയില്ല, അങ്ങനെ അഭിനയിച്ചു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ടൊവിനോന്റെ ഒരു സംശയം വേണ്ട, കരിയർ ബെസ്റ്റ് ആണ് പെർഫോമൻസ്. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അജയന്റെ രണ്ടാം മോഷണം മൂവി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, അതാണ് കരിയർ ബെസ്റ്റ് എന്ന് പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നത് അജയന്റെ രണ്ടാം മോഷണം പോലല്ലേ ഇത്. ഇതെന്ന് വെച്ചാൽ ഇമോഷണലി കുറെ അഭിനയിക്കാണ്ട്, ഇമോഷണലി ആക്ട് ചെയ്യാൻ അല്ലറ ചില്ലറ പണിയല്ല. ഇതിലും പല എക്സ്പ്രഷൻസ് ഇടാനുണ്ട്. അജയന്റെ രണ്ടാം അജയന്റെ രണ്ടാം മോഷണത്തിൽ അതില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ ആക്ട് ചെയ്യാൻ ഈ ഒരു സിനിമയിലുണ്ട്. പക്ഷെ അജയന്റെ രണ്ടാം മോഷണം വേറെ രീതിയിലാണ്. അതായത് മറ്റേ ഫിസിക്കലി കുറെ ഫിറ്റ് ആവുക, അങ്ങനെ അതേപോലെ തന്നെ കുറെ ഭയങ്കരമായിട്ട് ആക്ഷൻ സീക്വൻസ് ചെയ്യുക, കാലിങ്ങനെ വൈകിട്ട് പുതിരി ചാടുക. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളിൽ കൂടുതൽ ഫിറ്റ് ആയിട്ടാണ് അജയന്റെ രണ്ടാം മോഷണത്തിൽ ടൊവിനോ വന്നിട്ടുള്ളത്. അത് അങ്ങനത്തെ ഹാർഡ് വർക്കാണ് അജയന്റെ രണ്ടാം മോഷണത്തിൽ. അതിന് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ടൊവിനോക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നും, അതിന് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്രഷൻസ് ഇട്ടിട്ട് അതിൽ അഭിനയിക്കാനില്ല. പക്ഷെ ഈ ഒരു മൂവി അങ്ങനല്ല. ഈ ഒരു മൂവി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇമോഷണൽ സീൻസിൽ ടൊവിനോന്റെ ആക്ടിങ് ഗംഭീരായിരുന്നു. ഇത്ര അധികം ആക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്, ഓസ്കാർ എന്ന് പറഞ്ഞൊരു സിനിമ ടൊവിനോനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്ര ഇന്റൻസിറ്റി ഉള്ള ഒരു ഇമോഷണൽ മൂവി ടൊവിനോ അത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ ഡെപ്ത്, വെറുതെ ഇതിന് മുന്നേ തങ്കമണി എന്ന് പറഞ്ഞിട്ട് ദിലീപിന്റെ ഒരു സിനിമ ഇറങ്ങിയിരുന്ന സമയത്ത് ശരിക്കും നടന്ന സാധനം തന്നെ എടുക്കാനുള്ളൂ, മനസ്സിലായില്ല. അതിന് വരെ അവർ പരാജയപ്പെട്ടു. പക്ഷെ ഇത് നല്ല രീതിയിൽ ആഴത്തിലുള്ള ഒരു സംഭവം, അതെ, ഒരു സ്ക്രിപ്റ്റ്. അതേപോലെ തന്നെ ഇതിൽ ഒരു നായ്ക്ക് ഒരു സംഭവം സംഭവിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഇറങ്ങറായി, ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞ ടൊവിനോ കരയിപ്പിച്ച്. അതാണ് പണം എനിക്ക്. അതേപോലെ തന്നെ BGMന്റെ കാര്യം പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ പിന്നെയും പറയുന്നു, മലയാള സിനിമയിൽ ഈ അടുത്ത കാലത്ത് വന്നതിൽ വെച്ചിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് BGM ഈ സിനിമയിലുണ്ട്. ഒന്നാമത് ഇമോഷണലി ഇത്ര ഇൻവെസ്റ്റഡ് ആവാനുള്ള കാരണേ BGM ആണ്. ബാക്കി ഡയറക്ഷനും ആക്ടിങ്ങും ഒക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ചില സമയത്ത് കണ്ട് ചില ഇമോഷണൽ മ്യൂസിക് വരുന്ന സമയത്ത് നേരെ അമ്പുണ്ട് പോയിട്ട് ഹാർട്ടിന്റെ പതക്കണ ഒരു ഫീൽ ഉണ്ട്. അത് അങ്ങനെ BGM ചെയ്താൽ അങ്ങനത്തെ ഒരു ഫീൽ കിട്ടുള്ളൂ. അങ്ങനത്തെ ഫീൽ ഇതിലേക്ക് കിട്ടും. അതേപോലെ തന്നെ ഇൻക്ലൂഡിങ് ദി സോങ്സ്, ആ പാട്ടുകൾ വരെ ഇതിൽ കിട്ടുമായിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഞാൻ ഈ സിനിമന്റെ ഒരു ഓൾറെഡി വൈറലായി നിൽക്കുന്ന ഒരു പാട്ട് ഞാൻ കണ്ടിട്ടില്ല, കേട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ആ സിനിമ തിയേറ്ററിൽ കാണുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു ഫീൽ. എനിക്ക് റൊമാൻറ്റിക് സീൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ ഇനി ഹോളിവുഡ് പോലും ഇഷ്ടപ്പെടലില്ല. കാരണം എന്താണെന്ന് അറിയില്ല, അതാണ്ട് വരുമ്പോൾ കുറെ സംസാരം, പിന്നെ സിനിമ നിന്നാ മതിയാ. പക്ഷെ ഈ ഒരു സിനിമ അങ്ങനെയല്ല, മനസ്സിലായില്ല. പിന്നെ അതേപോലെ തന്നെ സുരാജ് ഉണ്ട്. സുരാജിന് ഏറ്റവും ഇതിൽ സ്ക്രീൻ ടൈം കുറവ് സുരാജിനാണ്, പക്ഷെ ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ സുരാജിന്റെയാണ്. പക്ഷെ സുരാജിന് എനിക്ക് തോന്നുന്നില്ല ഇതിന് ഭയങ്കരമായിട്ട് അഭിനയിക്കാൻ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റിൽ കിട്ടിയ റോള് കിട്ടും. സുരാജിന് ചെയ്യാനുള്ളതൊന്നുമില്ല, സുരാജിന് പോലെ ചെയ്ത് പോകാനുള്ള ക്യാരക്ടറുള്ളൂ. പക്ഷെ ഇതിൽ സ്ക്രീൻ ടൈം കുറവും സുരാജിനാണ്, എനിക്ക് ഇമ്പോർട്ടൻസും സുരാജിന് തന്നെയാണ്. കാരണം ഈ സിനിമന്റെ ഒരു വഴിത്തിരിവ് എന്ന് പറഞ്ഞ സുരാജിന്റെ ക്യാരക്ടറാണ്. ഞാൻ കൂടുതൽ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു സ്പോയിലറായി മാറും. അപ്പൊ ഞാനൊരു കാര്യം പറയാം, ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മലയാള സിനിമ ഇപ്പൊ എന്താണെന്ന് കാണിച്ചു തരുന്ന ഒരു പടം കൂടിയാണ്. അത്രക്ക് ക്വാളിറ്റി, അത്രക്ക് ക്വാളിറ്റി. ഈവൻ ഈ ആദിവാസി സിനിമ. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്
പിന്നെ ടൊവിനോന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഈ ആദിവാസിയിൽ വരുന്ന ചില ആൾക്കാരെ കുറച്ചുകൂടി സ്റ്റാർ വാല്യൂ ഉള്ളൊരു ഇപ്പൊ വിനായകനെ പോലെ അല്ലെങ്കിൽ ഷൈൻ ടോം പോലത്തെ വന്നിട്ടുള്ള ചെക്കൻക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ അങ്ങനെ വരിയിരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഇമ്പാക്ട് കിട്ടുമായിരുന്നു എന്നുള്ളൊരു ഫീൽ വന്ന്. പക്ഷെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, പുതിയ ചെക്കന്മാർക്ക് അവസരങ്ങൾ കിട്ടണ്ടേ. പക്ഷെ അത് തുടക്കത്തിലാണ് എനിക്ക് ആ ഫീൽ വന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ആക്ടർ അപ്പുറത്ത് ടൊവിനോന്റെ അപ്പുറത്ത് നിൽക്കുന്നില്ല എന്നുള്ള ഒരു ഫീലും ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഇതൊരു പോലീസിൽ ഒരു വില്ലൻ ഉണ്ട്. ആ അത് വേറൊരു കാസ്റ്റിംഗ് കൊടുക്കിയിരുന്നു തോന്നുന്നു. അത് വേറെ ഒന്നുണ്ടല്ല, അത് ആ ഒരു വില്ലനിസം, ആ ക്യാരക്ടർ കട്ട വില്ലനാണ്. കട്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭീകര വില്ലനാണ്, മനസ്സിലായില്ല. പക്ഷേ അതിനൊരു ആ ഒരു ഇമ്പാക്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു ഫുൾ ഇമ്പാക്ട് നമുക്ക് കിട്ടണില്ല. കുറച്ചും കൂടെ ഒരു അപ്പിയറൻസ് ഉള്ള ഒരാൾ ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടറിന് ഒന്ന് നല്ലതായിരുന്നു എന്നുള്ള തോന്നി. പെർഫോമൻസും ഒരു എന്തോ ബാക്കിക്ക് വലിഞ്ഞ പോലെ ഒരു ഫീൽ ചെയ്ത്. പക്ഷെ അതൊന്നും ഒരു കുറവായിട്ട് ഞാൻ പറഞ്ഞില്ല. പക്ഷെ പടം ഇത് കഴിഞ്ഞ സമയത്ത് കിട്ടിയൊരു ഫീൽ ഉണ്ട്. ഓ അത് നിങ്ങൾ കണ്ടറിയേണ്ട സാധനം. ഇതിനെ റിവ്യൂ ഇതൊന്നും എനിക്ക് ആൾക്കാർ എന്തൊക്കെയാ പറയുന്നുള്ള അറിയില്ല. ഈ പൊതുവെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നത് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇനിയിപ്പോ എനിക്ക് ഇഷ്ടപ്പെടാത്ത കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതാണ് പിന്നെ ഒരു അവസ്ഥ. പക്ഷെ ഈ ഒരു പടം എനിക്ക് 100% സാറ്റിസ്ഫിക്കേഷൻ തന്ന ഒരു ഗംഭീരം എന്ന് വെച്ചാൽ അതിഗംഭീര പടം തന്നെയാണ് നരിവേട്ട എന്ന് പറഞ്ഞത്. ഞാൻ ഇതൊന്നല്ല പ്രതീക്ഷിച്ചത്. ഞാൻ പറഞ്ഞില്ല, സ്ലോ പേസിലുള്ള കുറച്ച് ഞാനൊരു പേസ് പിക്ക് ചെയ്ത് പോണ ഒരു പടം ആവും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പേസ് ഒക്കെ ഫസ്റ്റേ പിക്ക് ചെയ്ത് പിന്നെ പേസ് അടിയിൽ പോയിട്ടില്ല. നല്ല സ്പീഡിലെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഒക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു ഇടങ്ങറ് പിടിച്ച പടം. എൻജോയ് ചെയ്ത് കണ്ടത് ഞാൻ അറിയില്ല. കാരണം അതിൽ അങ്ങനത്തെ സീൻസ്, ഞാൻ ഒരു നായിന്റെ സീൻസ് ഉണ്ട്, ഇതിൽ ആദിവാസികളെ കുറച്ച് സീൻസ് ഉണ്ട്, ക്ലൈമാക്സിനോടൊക്കെ എടുക്കുമ്പോൾ ഒക്കെ വല്ലാതെ പ്രത്യേകിച്ച് ഇതൊക്കെ ശരിക്കും നടന്ന പോയ സംഭവമാണെന്നും കൂടി അറിയാൻ സാധിച്ചു. വല്ലാത്തൊരു പടയലാണ് നിന്ന് അങ്ങനെ. പക്ഷെ അത് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്, അതാണ് പ്രശ്നം. അത് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണലി നരിവാട്ട എന്ന് പറഞ്ഞ പടം ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും ഇനിയിപ്പോ റിവ്യൂ ഒന്നും നോക്കണ്ട, ഞാൻ പറയണത് നിങ്ങൾ പോയിട്ട് സിനിമ കണ്ട എക്സ്പീരിയൻസ്. ഇനിയിപ്പോ ഇത് ഏതൊക്കെ ആരൊക്കെ വന്ന് നെഗറ്റീവ് റിവ്യൂ ചെയ്യുമോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ എന്തൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ പടം നിങ്ങൾ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ലൊരു തിയേറ്റർ നോക്കി തെരഞ്ഞെടുത്തിട്ട് നിങ്ങൾ ഇത് പോയി എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾ നരിവേട്ട എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഔട്ട്.